അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് തന്നെ മുൻപ് പറഞ്ഞതുപോലെ വളരെ സങ്കടകരമായൊരു വാർത്ത പറഞ്ഞുകൊണ്ടാണ്. അല്ലേ ആര്യ? നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി അന്തരിച്ചു. വെങ്കി, ഈ ഷാഫി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരുപാട് മുഖങ്ങളാണല്ലേ ഓർമ്മ വരുന്നത്. ഷാഫി നൽകിയ കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് ഷാഫിയുടെ സിനിമകളിലെ സലീം കുമാർ വേർഷൻ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. മണവാളനും എല്ലാം. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കലാകാരന്മാരും ജീവിക്കുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഓരോ കഥാപാത്രങ്ങളെയും, അല്ലെ? എപ്പോഴും എനിക്ക് കൂടുതലും ഓർക്കുന്നത് ഭൂരിപക്ഷം സിനിമകളിലും ഷാഫിയുടെ കഥാപാത്രങ്ങളിൽ സലീം കുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു 90% സിനിമകളിലും. പിന്നീട് മമ്മൂട്ടി ചിത്രങ്ങളിൽ വന്ന ദിലീപ് ചിത്രങ്ങളിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരുന്ന ചിത്രം, അല്ലേ? അപ്പോൾ ഷാഫിയെ നമ്മൾ അങ്ങനെയാണ് ഓർക്കുക. അപ്പോൾ സംവിധായകൻ ഷാഫി ഇന്നലെ രാത്രിയാണ് അന്തരിച്ചത്. പ്രേക്ഷകരെ, തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു ഷാഫി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഈ മാസം 16-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കലൂരിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്ക് കലൂർ മുസ്ലിം ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കം നടക്കും. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായുള്ളത്. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. വെങ്കി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കലൂരിലെ ഇടപ്പള്ളിയിലെ ഈ ഷാഫിയുടെ വീട്ടിന് മുമ്പിലാണ്. ഇവിടെ രാത്രിയോട് കൂടി തന്നെ ഇവിടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. ഇന്നലെ രാത്രി ഏതാണ്ട് 11:30യോടെയാണ് അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ 7 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആദ്യം ഒരു തലവേദന വന്നതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷമാണ് ആന്തരിക രക്തസ്രാവമാണ് എന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ആസ്റ്റർ മെഡിസിറ്റിയിൽ. അതിനുശേഷം ഈ തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് നമ്മളേറെ പ്രതീക്ഷിച്ചു. പക്ഷേ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. നിരവധി ജനപ്രിയ സിനിമകൾ, നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഒരു കലാകുടുംബത്തിൽ നിന്ന് വന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ സംവിധായകനാണ്, അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് പ്രശസ്ത സംവിധായകനായ സിദ്ദിഖ്. ആ ഒരു കുടുംബത്തിൽ നിന്ന് പിന്നീട് ഒരു സംവിധായകൻ കൂടി ഉണ്ടാകുന്നു. നിരവധി ഹിറ്റ് സിനിമകൾ, മായാവി, കല്യാണരാമൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളായി പിറക്കുകയും ചെയ്തു. അത്തരത്തിൽ നിരവധി മലയാളികളെ ചിരിപ്പിച്ച, മലയാളികൾ എന്നും ഓർത്തു വെക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളെ തന്ന ഒരു സംവിധായകനാണ് വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരായിരുന്നു ആശുപത്രിയിൽ മരണസമയത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി സിനിമാ മേഖലയിലുള്ളവരൊക്കെ തന്നെ വലിയ ആശങ്കയോടെ ആശുപത്രിയിൽ എത്തുകയും ആരോഗ്യ വിവരങ്ങൾ തിരക്കുന്നുമുണ്ടായിരുന്നു. നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. എന്തായാലും അതിനുശേഷം ഇന്നലെ രാത്രി ഇത്തരത്തിൽ വീണ്ടും ഗുരുതരാവസ്ഥയിലായി എന്നറിഞ്ഞതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സിനിമാ മേഖലയിലെ പലരും ആശുപത്രിയിലേക്ക് എത്തിയത്. അപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാത്രി തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം 9 മണി വരെ വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. 9 മണിക്ക് കലൂർ മണപ്പാട്ടിപ്പറമ്പ് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കും. വൈകുന്നേരം വരെ പൊതുദർശനം അവിടെ തുടരുകയും ചെയ്യും. വൈകിട്ട് 4 മണിക്ക് ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കലൂരിലെ പള്ളിയിലാണ് വൈകിട്ട് ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. എന്തായാലും നമുക്ക് അറിയാം, നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി പിറന്നിട്ടുണ്ട്. മായാവി, തൊമ്മനും മക്കളും, പുലിവാൽ കല്യാണം, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ചോക്ലേറ്റ്, മേക്കപ്പ് മാൻ, ചട്ടമ്പിനാട്, 2 കൺട്രീസ് തുടങ്ങി ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായ മലയാളികൾ എല്ലാ കാലവും ഓർത്തുവെക്കുന്ന നിരവധി സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ചുരുക്കം ചില സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏതാണ്ട് 18 സിനിമകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാനത്തെ ചിത്രം. തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ നിലകളിലൊക്കെ തന്നെ ശ്രദ്ധേയനായിരുന്നു. 2001 ജയറാം നായകനായ വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാവുന്നത്. ആദ്യം സഹസംവിധായകനായാണ് സിനിമയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പ്രശസ്ത സംവിധായകനായ സിദ്ദിഖ്, അദ്ദേഹം അത്തരത്തിലൊരു കലാകുടുംബമാണ്. മാത്രമല്ല സഹോദരനായ റാഫിയും നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകൻ
സംവിധായകനാണ്. അത്തരത്തിൽ ചെറുപ്പം മുതൽ തന്നെ കലാകാരന്മാരെ കണ്ടും സിനിമയെ അടുത്തറിഞ്ഞും വളർന്ന ഒരു കുട്ടിക്കാലം. അതിനുശേഷം സിനിമാ മേഖലയിലേക്ക് തന്നെ വരുന്നു. മാത്രവുമല്ല ഈ സിദ്ദിഖും റാഫിയും ഒക്കെ തന്നെ പിന്തുടർന്ന അതേ ശൈലി, ഹാസ്യത്തിൻ്റെ അതേ ശൈലിയിലുള്ള സിനിമകളിലേക്ക് തന്നെ ഷാഫിയും എത്തുകയായിരുന്നു. എന്നാൽ വലിയ ഹിറ്റുകൾ, കല്യാണരാമൻ പോലുള്ള, മായാവി പോലുള്ള സിനിമകൾ എല്ലാ കാലവും എല്ലാവരും ഓർക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച, വലിയ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനായി മാറുകയും ചെയ്തു.